കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. രാധേ, രാധേ, രാധു. ഇനി ടീച്ചറുടെ വീട്ടിൽ പോയതായിരിക്കും. രാധികേ, 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 പിടിച്ചെഴുന്നേൽപ്പിക്കേ. രാധികേ, ഇതെന്തൊരു ഉറക്കവാ. മോളെ, മോളെ എഴുന്നേക്ക്. രാധികേ, ഓവർഡോസ് കഴിച്ചുവല്ലേ? ടെൻഷൻ അടുപ്പിച്ചല്ലോ നീ. ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ അബദ്ധമാ നീ ചെയ്തു വെച്ചത്? ഉറക്കം വന്നില്ല, ഉറങ്ങാൻ വേണ്ടി. നിന്നെ കണ്ടാൽ അറിയാൻ കഴിച്ചതിന്റെ ഡോസ്. നരേന്ദ്രൻ രാത്രി വിളിച്ചിരുന്നോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. തീരുമാനമൊന്നും പറഞ്ഞില്ലേ? നീ അങ്ങോട്ടൊന്നും ചോദിച്ചൂല്ലേ? ഇല്ല. എന്താ ഡിസിഷൻ എന്ന് ചോദിച്ചറിയണമായിരുന്നു. ചോദിച്ചാലും പറയില്ല, അതാണല്ലോ സ്വഭാവം. രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ നീ അങ്ങോട്ട് ചോദിക്കണം. അങ്ങോട്ട് ചോദിക്കുന്ന എന്തിനാ? നരേന്ദ്രനല്ലേ ഇങ്ങോട്ട് പറയേണ്ടത്. ഞാൻ ചായ ഉണ്ടാക്കാം. വേണ്ട, നീ വളരെ ടയേർഡാ. പോയെന്ന് ഫ്രഷ് ആക്. ചായ ഞാനുണ്ടാക്കാം. വാ. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സംസാരിച്ച് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതിനല്ലേ ഞാനും ബാലേട്ടനും വന്നിരിക്കുന്നത്. ചെല്ല്, പോയി റെഡിയാവാ. ഞാൻ പോയി ചായ ഇടട്ടെ ബാലേട്ടാ?
അവൾ അവിവേകം എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഞാനും അത് ആലോചിച്ചു. രാധികയെ നമുക്കങ്ങ് കൊണ്ടുപോയാലോ? അവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല. അതിപ്പോ രാധികയുടെ മൈൻഡ് ശരിയല്ല. അബ്നോർമൽ എന്ന് പറയാനും കഴിയില്ല. ഒരു പ്രത്യേക മൂഡിൽ അബദ്ധം ചെയ്തു പോയാൽ നരേന്ദ്രൻ വരുന്നവരെ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എന്തായാലും നരേന്ദ്രന്റെ അച്ഛൻ വരട്ടെ. അദ്ദേഹത്തിന്റെ തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. നരേന്ദ്രൻ ഡൽഹിക്ക് പോയതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാധികയോട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പുള്ളിക്കാരന് പറയാൻ പറ്റുമോ? തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞതല്ലേ. നരേന്ദ്രന്റെയും രാധികയുടെ അഭിപ്രായങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ എന്ത് വിലയാ ഉള്ളത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോ തീർത്തു പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. അത് നടത്തിയെടുക്കാൻ വേണ്ടിയാ ഇന്ന് വരുന്നത് തന്നെ. അപ്പോഴത്തെ അവസ്ഥയല്ല ഇന്നുള്ളത്. രാധിക പ്രഗ്നന്റ് ആണെന്നുള്ളതല്ലേ? അതെ. അതറിയുമ്പോ അദ്ദേഹത്തിൽ നിന്നും കടുംപിടുത്തം ഉണ്ടാവില്ലെന്നാണോ? അങ്ങനെ സംഭവിക്കാമല്ലോ. ആദ്യമായിട്ടല്ല രാധികയ്ക്ക് വിശേഷം ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ മറ്റൊരു അനുകൂല സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നരേന്ദ്രൻ ഇവിടെ ഇല്ലാന്നുള്ളത് പറഞ്ഞു നീക്കാൻ അത് നല്ല പിടിവള്ളിയാ. ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് നരേന്ദ്രനുമായി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലോ? മുഖാമുഖം അല്ലെങ്കിൽ പോലും തീരുമാനം പറയണമെന്ന് അദ്ദേഹം കർശനമായി പറഞ്ഞാൽ മറുപടി നരേന്ദ്രന് പറഞ്ഞല്ലേ പറ്റൂ. പറയിപ്പിച്ചിരിക്കും, അതാ സ്വഭാവം. ബാലേട്ടന് അറിയാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നരേന്ദ്രനെ ഞാൻ വിളിച്ച് സംസാരിക്കാം. അയാളുടെ മനസ്സിലിരിപ്പ് അറിയാലോ. വേണ്ട, ഇതിനിടയിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാ ഇപ്പൊ നല്ലത്. രാവിലെ വിളിക്കാന്ന് നരേന്ദ്രൻ രാധികയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം അതിന്റെ റിസൾട്ട് അറിയട്ടെ. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തളർന്നു പോവുക. മനസ്സമാധാനമില്ലാത്ത ജീവിതം. എത്രയോ വർഷങ്ങളായി ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ട്. അവൾ ആകെ മാറിപ്പോയി. താൻ വിഷമിക്കാടൂ, എല്ലാം നേരെയാവും. ഈശ്വരൻ എന്നും ഒരാൾക്ക് സങ്കടം മാത്രം കൊടുക്കില്ലല്ലോ. ഇരിക്കെ. കുടിക്കേ. നരേന്ദ്രന്റെ അച്ഛൻ വന്ന ആദ്യം ഞങ്ങൾ സംസാരിക്കാം. നിന്റെ വിശേഷം അറിഞ്ഞു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് വെറുതെയെങ്കിലും വേണമെങ്കിൽ മോഹിക്കാം. പക്ഷേ ചേച്ചി പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കില്ല. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ല. ഒരു കംപ്ലൈന്റുമായി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. പിന്നെ ഡിവോഴ്സ് എന്ന വാക്ക് പുള്ളിക്കാരൻ മിണ്ടില്ല. ഒറ്റകൈക്ക് അങ്ങനെ ഒരു വഴി നോക്കാം. എന്താ? അങ്ങനെ മൂവ് ചെയ്യുന്നതിൽ നല്ലത് ഡിവോഴ്സിന് സമ്മതിക്കുന്നതാ. കംപ്ലൈന്റ് കൊടുത്തിട്ട് നരേട്ടനോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സമ്മതിക്കില്ല. ഒരു നിമിഷം എന്നോടൊപ്പം കഴിയാൻ നരേട്ടനെ അനുവദിക്കില്ല. നരേന്ദ്രൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. നിങ്ങളുടെ നിലപാട് അറിയാനല്ല അദ്ദേഹം വരുന്നത്. നീ എടുത്ത നിലപാടാണെന്ന് പറയും. എങ്കിൽ ആ തീരുമാനം എന്റെ മുന്നിൽ വന്നു നിന്ന് പറയാനായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വാദിച്ച് ജയിക്കാൻ കഴിയില്ല. അധികം ഒന്നും സംസാരിക്കുകയില്ല. അതാ സ്വഭാവം. അറിയാലോ. ഒരു തവണ കൂടി ക്ഷമിക്കാനുള്ള ദയ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കാം. മനുഷ്യനല്ലേ, മയമില്ലാത്ത മനസ്സുണ്ടാവോ? 3 തവണയും അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാ ജീവിച്ചതും കരഞ്ഞു കാലു പിടിച്ചതും. ഇനി അങ്ങനൊരു വിശ്വാസത്തിന് എന്റെ മനസ്സ് പോലും വഴങ്ങുന്നില്ല. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടില്ലേ? താൻ പറഞ്ഞ ബീനാ പോളിന്റെ കാര്യം. യെസ്, 8ാമത്തെ തവണയാ അവരുടെ ഡെലിവറി സക്സസ് ആവുന്നത്. ഇതൊക്കെ നമുക്ക് പറയാം. കേൾക്കാൻ മനസ്സ് കാണിച്ചെങ്കിലല്ലേ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയൂ. ഇങ്ങനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറാകുമെന്ന് കണ്ടറിയണം.
നീ ഒരു കാര്യം ചെയ്, ടീച്ചർ പോയി വിളിച്ചോണ്ട് വാ. ടീച്ചർ പറഞ്ഞ അത്ര പെട്ടെന്ന് അവഗണിച്ചു വരില്ല. യെസ്, അതൊരു നല്ല സജഷനാ. നീ ചെല്ല്, ഒട്ടും വൈകണ്ട. ഞാൻ എതിര് പറയുകയാണെന്ന് ധരിക്കരുത്. പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് ചിലപ്പോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്താലോ? അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇതിപ്പോ ചേച്ചി സ്വന്തം ഇഷ്ടത്തിന് അമ്മ വന്ന് വിളിച്ചൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? അതൊക്കെ ശരിയാ. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുടുംബക്കാര്യത്തിൽ നാട്ടുകാരൊക്കെ ഇടപെടുന്നത് ആർക്കായാലും ഇഷ്ടക്കേടുണ്ടാക്കും. നാട്ടുകാരുടെ സ്ഥാനത്തല്ല ടീച്ചറെ ഞങ്ങൾ ആരും കണ്ടിട്ടുള്ളത്. നരേട്ടന്റെ അച്ഛൻ പല കാര്യങ്ങളിലും ടീച്ചറിന്റെ അഭിപ്രായം തേടിയിട്ടുള്ള ആളാണല്ലോ. എന്നാലും ഇങ്ങനെ ഒരു കാര്യത്തില് രജനിയും ബാലേന്ദ്രനും ഇടപെടുന്നത് പോലെ എനിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? അമ്മേ, രാധിക ചേച്ചിയുടെ പ്രശ്നം നമ്മുടെയും കൂടെ പ്രശ്നമല്ലേ? അതേന്ന് ഒഴിഞ്ഞു മാറുന്ന ശരിയല്ല. ഒഴിഞ്ഞു മാറുകയല്ല, നിനക്കതിന്റെ ഗൗരവം അറിയാൻ വയ്യാഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. രാധികയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്നെ എന്തിനു വിളിച്ചുകൊണ്ടുവന്ന് അച്ഛനോട് സംസാരിച്ചുവെന്ന് നാളെ ഒരിക്കൽ നരേന്ദ്രൻ രാധികയോട് ചോദിച്ചാൽ രാധികയ്ക്ക് എന്തു മറുപടി പറയാനുണ്ടാവും? സാറ് സ്റ്റേണായി നിൽക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് വോയിസ് ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർ കാണുന്നത് അങ്ങനെ ആകണമെന്നില്ല. ടീച്ചർ ആദ്യമേ അച്ഛനോട് സംസാരിക്കണ്ട. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെങ്കിൽ മാത്രം അവസാനത്തെ ശ്രമമെന്ന നിലയിൽ ഇടപെട്ടാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. അമ്മ ചെല്ല്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഒന്ന് ചെല്ലെന്റെ ടീച്ചറെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെല്ല്. വാ. നരേട്ടന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ. ഒരിക്കലും ഞാൻ തടസ്സം നിൽക്കില്ല. മനസ്സിൽ അങ്ങനെ ആണെങ്കിൽ പോലും പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നും രണ്ടും അല്ല, 10-15 വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ളപ്പോ ഇതാരാ ടീച്ചർ? വാര്യര് സാറ്. എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ ഇറങ്ങിയതാണോ? രാധികയുടെ വീട്ടിലേക്കൊന്ന് ഇറങ്ങിയതാ. ദാ ആ കാണുന്നതാ വീട്. ഇതാ രാധിക, ഡോക്ടറാ. നമസ്കാരം. വാര്യർ സാറിനെ കുറിച്ച് രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, എന്നാ രാധിക അങ്ങോട്ട് പോയിക്കോ, ഞാൻ അങ്ങ് വന്നേക്കാം. ശരി ടീച്ചർ. അത്യാവശ്യമാണെങ്കിൽ പോയിട്ട് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള അത്യാവശ്യം ഒന്നുമില്ല. അദ്ദേഹം വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങ് വന്നേക്കാം. വന്നാട്ടെ. അല്പം കൂടി നേരത്തെ എത്തിയേനെ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. 3/4 മണിക്കൂർ അങ്ങനെ പോയി. ഇന്ന് തന്നെ വരണോന്ന് പറഞ്ഞത് സാറിന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ടീച്ചർ വിളിക്കുമെന്നറിയാം. അപ്പൊ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അമ്മ ഇതുവരെ വാരങ്ങളുണ്ടായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാ വാര്യർ സാർ വന്നത്. മോള് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. സാർ ഇരുന്നാട്ടെ. അല്ല, അത്യാവശ്യം കാണണമെന്ന് അറിയിച്ചോണ്ട് ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഗംഗയുടെ അവസ്ഥയെക്കുറിച്ച് ഞാനും മോളും മിക്കപ്പോഴും പറയും. ആ കുട്ടിയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റല. വിധി അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ നമുക്ക് കഴിയൂ. ബുദ്ധിമോശമാ കാണിച്ചത്. അങ്ങനെ പറ്റിപ്പോയി. തിരുത്താൻ പറ്റാത്ത തെറ്റ്.
വരുന്നതൊക്കെ അനുഭവിച്ച് തീർക്കുക, അല്ലാതെ എന്തു ചെയ്യും? എല്ലാം ക്ഷമിച്ച് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ചുമതലപ്പെട്ടവരല്ലേ ഇപ്പൊ അതിനെ ദ്രോഹിക്കുന്നത്? അവൾക്ക് അർഹതപ്പെട്ട സ്വർണ്ണമല്ലേ ബാഹുലേനോട് ഗംഗ ആവശ്യപ്പെട്ടത്? അതുപോലും കൊടുക്കില്ല എന്ന് വെച്ചാ എന്തു ചെയ്യും? എല്ലാ സ്വത്തുക്കളും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തത്രപ്പാടിലാ ബാഹുലേയൻ. നന്മ തൊട്ട് തീണ്ടാത്തൊരു ജന്മം. ഈ ചെയ്യുന്നതിനൊക്കെയുള്ള ശിക്ഷ ഈശ്വരൻ എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല. നരകിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അയാൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, നമുക്ക് ഗംഗയുടെ ജീവിതം നോക്കേണ്ടത്. നിയമപരമായിട്ടോ ആൾസ്വാധീനം വഴിയോ ബാഹുലേയനോട് പ്രതികരിക്കാമെന്ന് വെച്ചാൽ മാഷിന്റെ മൂത്ത കുട്ടിയുടെ കാര്യം കഷ്ടത്തിലാവും. അതോർത്തിട്ടാ ഒന്നിനും ഇറങ്ങി പുറപ്പെടാത്തത്. മാഷിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു വിഷമാവസ്ഥ വരുമ്പോ അവരെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട്. നേരിട്ടൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ശാരദയും ഗംഗയും ഞാനിഞ്ഞു കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടല്ലോ ടീച്ചർക്ക്. ഈ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിന്റെ നന്മ അവർക്ക് കിട്ടും. ഇവളുടെ വിവാഹത്തിനെന്ന് പറഞ്ഞ് മാഷ് എന്റെ കയ്യിലൊരു തുക തന്നിരുന്നു. വാര്യർ സാറിന് അത് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അത് അവരുടെ കയ്യിലൊന്ന് എത്തിച്ചാൽ വലിയ ഉപകാരമാവും. അതിനുവേണ്ടിയാ വാര്യർ സാറിനെ കാണണമെന്ന് ഞാൻ അറിയിച്ചത്. അങ്കിളൊന്നും പറഞ്ഞില്ല. മാഷ് മോൾക്ക് കൊടുത്ത പണം ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ലല്ലോ. അങ്കിളിന് വേണ്ടിയല്ലല്ലോ തരുന്നത്. ഗംഗയും എനിക്ക് മോള് തന്നെയാ. മറ്റൊരു വേർതിരിവ് എന്റെ മനസ്സിലില്ല. ഇവളും അവരെ കണ്ടിരിക്കുന്നത് കൂടപ്പിറപ്പായിട്ട് തന്നെയാ. അങ്കിൾ ഈ പണം ഗംഗയെ ഏൽപ്പിച്ചാൽ മതി. അവൾക്കിപ്പോ അതൊരു വലിയ ആശ്വാസവും. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരല്ലേ ഗിരിയുടെ വീട്ടുകാര്. ഇത്രയും പണം അവരുടെ കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും ഗംഗയോട് അവർക്ക് കുറച്ച് സ്നേഹം തോന്നുമല്ലോ. ഗംഗയുടെ അമ്മയെ ചികിത്സിക്കാനും ഇതിന്ന് കുറച്ച് പണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി എടുക്കുന്ന പണം ഒടുവിൽ ബാഹുലേയന്റെ കയ്യിലായിരിക്കും ചെന്നെത്തുക. അതിലും ഭേദം ആ പണം അങ്ങ് കത്തിച്ചു കളയുന്നതാ. എങ്കിൽ അത് മുഴുവൻ ഗംഗയെ ഏൽപ്പിച്ചാൽ മതി. ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ എനിക്കനുസരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്രയും പണം എന്തു പറഞ്ഞിട്ടാ ഞാൻ ഗംഗയുടെ കൈ കൊടുക്കുക? ചെറിയൊരു തുകയല്ലത്. 5 ലക്ഷം രൂപയാ. ആര് തന്നു എന്ന് ചോദിച്ചാൽ എന്തു മറുപടിയാ ഞാൻ പറയേണ്ടത്? അല്ല, ഇതെവിടുന്ന് കിട്ടിയെന്ന് എന്തായാലും ഗംഗ ചോദിക്കും. ദേവിക ടീച്ചർ തന്നു എന്ന് പറയാൻ പറ്റുമോ? ആരായി ദേവിക ടീച്ചർ എന്ന് ഗംഗ ചോദിക്കില്ലേ? സത്യം പറയാൻ പറ്റുമോ എനിക്ക്? വല്ലാത്തൊരു ഗതിയാ ആ കുട്ടിയുടേത്. സഹായിക്കാൻ ആളുണ്ടായിട്ട് പോലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നില്ലല്ലോ. ഈശ്വര, രുക്മിണി, ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ കാര്യം അവൾ അറിഞ്ഞു കാണൂ. ബാങ്കിൽ നിന്നാ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഇത് കണ്ടുപിടിച്ചവന്റെ തല ഇടുത്തി വീഴും. ഹലോ ഹലോ, ചേട്ടൻ ബാങ്കിലല്ലേ? ഈശ്വര, എല്ലാം അറിഞ്ഞിട്ട് അവളെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഹലോ. ആ, ഞാൻ ബാങ്കിലുണ്ട് രുക്മിണി. പിന്നെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ചേട്ടന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ലേശം തൊണ്ട കിടപ്പുണ്ട്, പെട്ടെന്നുണ്ടായതാ. നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ചേട്ടന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഇപ്പോഴോ? അതെ, അധികം ദൂരമൊന്നുമില്ലല്ലോ. എന്താ കാര്യമെന്ന് പറ. ചേട്ടനും ചേട്ടത്തിയും കൂടി എത്തിയിട്ടുണ്ട്. മോന്റെ എൻഗേജ്മെന്റിന് ക്ഷണിക്കാനാ. അവര് ചേട്ടനെ കാത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓടിച്ചു നടക്കുന്ന സമയമാണ്, നിനക്കതറിയാലോ. അതുകൊണ്ടാ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. നേരത്തെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ, അപ്പൊ ഒരു1/2 മണിക്കൂർ മാറി നിന്നാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടോ ഇല്ല നീയാണോ തീരുമാനിക്കുന്നത്? അളിയനോട് കാര്യമൊന്ന് പറഞ്ഞാൽ മതി. ചേട്ടനെ നേരിട്ട് കണ്ട് ക്ഷണിക്കണമെന്നാ അവര് പറയുന്നത്. അതൊരു വല്ലാത്ത വാശിയാ.
ഇപ്പൊ അതൊന്നും നടക്കില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം, അവര് ബാങ്കിൽ വന്ന് ചേട്ടനെ കണ്ടോളൂ. അത് വേണ്ട, അത് വേണ്ട. അതെന്താ? എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ലെന്നേ. അതുകൊണ്ടാ നിന്റെ ഫോൺ വന്നിട്ട് പോലെ എടുക്കാൻ താമസിച്ചത്. ചേട്ടൻ അവിടെ കിടന്ന് തിരിയോ ഇരുന്ന് തിരിയോ ചെയ്യും. എന്തായാലും അവരങ്ങോട്ട് വരും. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങും. ഇങ്ങോട്ട് വരാനാണോ? അല്ല, പായിപ്പാട്ട് ബ്രാഞ്ചിലേക്കൊന്ന് പോണം. എന്തായാലും അവര് വന്നിട്ട് പോയാ മതി. ഹലോ ഹലോ ഹലോ, കട്ട് ചെയ്തോ? ഹെലികോപ്റ്ററിൽ പോയാൽ പോലും സമയത്തിനങ്ങ് എത്താൻ പറ്റില്ല. ഇന്ന് ബാങ്കിൽ ചെന്നിട്ടില്ലെന്ന് രുക്മിണി അറിയുകയും ചെയ്യും. അതുറപ്പാ. ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. ഒന്ന് അനങ്ങി ചെയ്യന്റെ കൃഷ്ണേ. ഇന്ന് എന്തായാലും ഊണ് കഴിപ്പിച്ചിട്ടേ വാര്യർ സാറിനെ വിടാവൂ. ഊണ് കഴിപ്പിക്കുന്നതല്ലല്ലോ വിഷയം. ആ പണം എങ്ങനെ ഗംഗയുടെ കയ്യിലെത്തിക്കും? ഞാൻ അതേപ്പറ്റി ആലോചിക്കുന്നത്. അതെങ്ങനെ നടക്കും? വാര്യർ സാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നീ കേട്ടതല്ലേ? കേട്ടു. അതുകൊണ്ട് നമുക്ക് അവളെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? വളരെ കഷ്ടതയിലല്ലേ അമ്മ അവളുടെ ജീവിതം. എങ്കിൽ നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്ക. സഹായിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണല്ലോ പണം കൊടുക്കാൻ വേണ്ടി വാര്യർ സാറിനെ വിളിച്ചു വരുത്തിയത്. വാര്യരങ്കിൽ ഗംഗയെ സഹായിക്കും പോലെ ക്യാഷ് കൊടുപ്പിച്ചാലോ? എമൗണ്ട് 1000-ഓ 2000-ഓ അല്ല കൃഷ്ണേ, 5 ലക്ഷമാ. ഗംഗയ്ക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കാരണമായിരിക്കണം പറയേണ്ടത്. ആറ്റുനോറ്റ് വളർത്തിയ തന്തേം തള്ളേം തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ടു പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തേം തള്ളേം കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.